നമ്മളെ ഒരു ലഞ്ച് മെനു ആണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ നമ്മൾ പഴം കാളൻ, സാമ്പാർ, അച്ചിങ്ങ മെഴുക്ക് വരട്ടി. സാമ്പാറിന്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, കാണിച്ച് എനിക്ക് തന്നെ ബോറടിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത്, ഉപ്പിട്ട് കൊടുത്തു, ഒരല്പം മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരല്പം ജീരകം, ചെറിയ ജീരകം ഇട്ട് കൊടുത്തു. ഇനി നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് 2 ഇതള് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ തൈര് ഒഴിച്ചിട്ടാണ് ഇട്ട് ഇത് നമ്മൾ അരച്ചെടുക്കാൻ പോണത്. ഇനി നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചവെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പൊ ഇതേ മോര് കൂട്ടാൻ പോലെ ഒത്തിരി ലൂസായിട്ടുള്ള അല്ലാട്ടോ ഇരിക്കുന്നത്, അതേപോലെ കാളൻ പോലെ അങ്ങനെ ഡ്രൈ ആയിട്ടുമല്ല ഇരിക്കുന്നത്. അതിന്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സെമി ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നമുക്കിത് രണ്ടാം കൂട്ടാനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ അച്ചിങ്ങ, അപ്പൊ അതവിടെ വെന്ത് വരട്ടെ. തഴപ്പിൽ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. അച്ചിങ്ങ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു 3-4 സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതപ്പോ നമുക്കൊരു 1.5 കിലോയോളം അച്ചിങ്ങ ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് സവാളയൊക്കെ ഞാൻ ഇത്രയും അധികം ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇനി സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അപ്പോഴത്തേക്കും കൂട്ടാൻ്റെ കഷ്ണങ്ങളൊക്കെ ഏതാണ്ടൊക്കെ ഇങ്ങനെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് കളറ് മാറി ഇതാക്കി, സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ ഷെയ്ഡായി വന്നപ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാനിതിലേക്ക് പച്ചമുളകിന്റെ എരിവ് മാത്രമേ ഉള്ളൂ കേട്ടോ. മെഴുക്ക് വരട്ടിയാണ്, വേറെ ചതച്ച മുളക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എനിക്ക് അച്ചിങ്ങ മെഴുക്ക് വരട്ടിയിലെ ഈ ഒരു ഇത് മാത്രമാണ് കേട്ടോ ഇഷ്ടം, പച്ചമുളകിന്റെ ഒരു ഫ്ലേവർ മാത്രമാണ് ഇഷ്ടം. അപ്പൊ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ ആ എണ്ണയിൽ തന്നെ കിടന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. അപ്പോഴാണ് ഈ അച്ചിങ്ങ മെഴുക്ക് വരട്ടിക്കൊക്കെ നല്ല സ്വാദ് ഉണ്ടാവുള്ളൂ. ഇനി ആവശ്യത്തിന് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അവിടെ കിടന്ന് വെന്തോട്ടെ. നമ്മൾ അടച്ചൊന്നും കൊടുക്കണില്ല. ശരിക്കും അവർ തുറന്നു വെച്ചിട്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വലിഞ്ഞു വരണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പഴമൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തു. ഇനി ഞാൻ അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പുളിയും മധുരമൊക്കെ കൂടി വരുമ്പോഴാണ് ഈ ഒരു കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമ്മൾ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തു. ഇനി അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരല്പം വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ഇതേ ഇരിക്കുമ്പോഴത്തേക്കും ഒന്ന് നന്നായിട്ട് ഒന്ന് കുറുകി വരും. അപ്പൊ അതുകൊണ്ട് ഒത്തിരി ഇതായിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. നന്നായിട്ട് നമ്മൾ ആ കൊടുക്കാനുള്ള സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് ഇരുന്ന് നന്നായിട്ട് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പൊ ഇതിൽ ഉപ്പ് വരാൻ തോന്നിയപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് പതഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മളിത് വാങ്ങി വെക്കുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് മുളകൊക്കെ ഒന്ന് മൂപ്പിച്ചൊഴിക്കണം. അപ്പൊ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോഴതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് മാത്രമല്ല കേട്ടോ, അതിലേക്ക് നമുക്ക് ഉലുവ, മുളക്, അതേപോലെ തന്നെ കറിവേപ്പില, ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പൊ കടുകും ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3-4 മുളകൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കൂട്ടാൻ ഇത്തിരി കളർ കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ഒന്ന് ചൂടായതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ ഒരു കൂട്ടാനുണ്ടല്ലോ നല്ല സ്വാദാണ് കേട്ടോ. വേറെ ഒന്നും വേണ്ട, നമുക്ക് ഊണ് കഴിക്കാനായിട്ട് ഇത് മാത്രം മതി. അപ്പൊ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പൊ ഈ റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിലേ ഒന്ന് ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മുടെ മോരൂട്ട റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ അച്ചിങ്ങ മെഴുക്ക് വരട്ടി ഏകദേശമൊക്കെ റെഡി ആയിട്ടോ. അച്ചിങ്ങയൊക്കെ നന്നായിട്ട് വരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.